ഗുണ്ടൽപേട്ടയിൽ വാഹനാപകടത്തിൽ കൊണ്ടോട്ടി സ്വദേശികളായ സഹോദരങ്ങൾ മരിച്ചു. മറയൂർ അരിമ്പ്ര സ്വദേശികളായ മുഹമ്മദ് ഷഹസാദ്, മുസ്കാനുൽ ഫിർദൌസ് എന്നിവരാണ് മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റു. അബ്ദുൽ അസീസും കുടുംബവും സഞ്ചരിച്ച കാറും ട്രാവലറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. രാവിലെയാണ് ഈ ദാരുണ അപകടം ഉണ്ടായത്. കൊണ്ടോട്ടി സ്വദേശിയായ അബ്ദുൽ അസീസും കുടുംബവും സഞ്ചരിച്ച കാറും അതോടൊപ്പം തന്നെ കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറും കൂട്ടി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിൽ ഉള്ളവർക്കാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. കൊണ്ടോട്ടി സ്വദേശിയായ അബ്ദുൽ അസീസിൻ്റെ മകൻ മുഹമ്മദ് ഷഹസാദും ഷഹസാദിൻ്റെ സഹോദരി ഫിർദൌസുമാണ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച കാറിൽ കുട്ടികളടക്കം 9ഓളം പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേരാണ് മരിച്ചത്. മരിച്ച ഷഹസാദാണ് വാഹനം ഓടിച്ചിരുന്നത്. പരിക്കേറ്റ അബ്ദുൽ അസീസിനെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ആക്കിയിട്ടുള്ളത്. ഇവരുടെ കൂടെ യാത്ര ചെയ്തിരുന്നവരൊക്കെ പല ഹോസ്പിറ്റലിലായിട്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇവരെ പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ഇവരുടെ മരണത്തിന് കാരണമാക്കിയ ഈ വാഹനാപകടം ഉണ്ടാക്കിയത് ഒരു ഉമ്മാക്ക് ഒരു മകനെയാണ്, അതുപോലെ തന്നെ ഒരു ഉമ്മാക്ക് ഒരു മകളെയുമാണ്. ഏറ്റവും വിഷമമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഷഹസാദ് എന്ന 24കാരൻ്റെ ഉമ്മ ഉണ്ടല്ലോ, ഉമ്മാക്ക് ആകെ ഈ ഷഹസാദ് എന്ന ഒരു മകൻ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നത്. ഈ ഉമ്മ ഈ മകന് വേണ്ടി മാത്രമായിരുന്നു ജീവിച്ചിരുന്നത്. ആദ്യ വിവാഹത്തിൽ ഉണ്ടായിരുന്നതാണ് ഷഹസാദ് എന്ന മകന്. പിന്നീട് ഷഹസാദിൻ്റെ ോട് വീണ്ടും വിവാഹം കഴിക്കാൻ വേണ്ടി പലരും നിർബന്ധിച്ചുവെങ്കിലും മകന് വേണ്ടി മാത്രം ജീവിച്ച ഒരു ഉമ്മയായിരുന്നു ഷഹസാദിൻ്റെ ഉമ്മ. ഒരു നിമിഷം കൊണ്ടാണ് ഈ പെരുന്നാളിന് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സന്തോഷവും ഇല്ലാതാക്കിയത്. ഈ കാർ അപകടം അബ്ദുൽ അസീസിൻ്റെ മക്കളാണ് മകളായ ഫിർദൌസും ഷഹസാദിൻ്റെ ഉമ്മയായ ഫാത്തിമയായിരുന്നു അബ്ദുൽ അസീസ് ആദ്യം വിവാഹം കഴിച്ചിരുന്നത്. ചെറിയ സൗന്ദര്യപ്പിഴക്കം കൊണ്ട് അവരുടെ വിവാഹബന്ധം കൂടുതൽ കാലം നിലനിന്നില്ല. പിന്നീട് അവർ വേർപിരിയുകയായിരുന്നു. എങ്കിലും ഷഹസാദിനോടുള്ള അടുപ്പം അബ്ദുൽ അസീസ് നിലനിർത്തിയിരുന്നു. ഇപ്പോൾ വേറെ വിവാഹം കഴിച്ചെങ്കിലും ഷഹസാദിൻ്റെ ഉമ്മ പിന്നീട് മകനു വേണ്ടിയാണ് ജീവിച്ചത്. സ്വന്തം വേർപിരിഞ്ഞ ഷഹസാദിൻ്റെ ഉമ്മ പിന്നീട് സ്വന്തം വീട്ടിലായിരുന്നു മകൻ്റെ കൂടെ ജീവിച്ചിരുന്നത്. സ്വന്തം മകന് വേണ്ടി വേറൊരു വിവാഹം പോലും കഴിക്കാതെ ജീവിച്ച് ആ ഉമ്മ ഇന്ന് കേൾക്കുന്ന വാർത്ത ഞെട്ടിക്കുന്നതായിരിക്കും. എൻ്റെ മകൻ തന്നെ വിട്ടുപോയ വാർത്ത ഏതൊരു ഉമ്മാക്കും സഹിക്കുകയില്ല. വിദേശത്തായിരുന്നു ഷഹസാദ് വർക്ക് ചെയ്തിരുന്നത്. പെരുന്നാൾ ലീവിന് വേണ്ടി 15 ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നതായിരുന്നു ഷഹസാദിൻ്റെ ഈ ദാരുണ അന്ത്യം. എന്തായാലും ആകെ ഉണ്ടായിരുന്ന ആ മകൻ നഷ്ടപ്പെടുന്ന ആ വേദന ഉമ്മാക്ക് ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്.